നേഴ്സിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ വരുന്നത്? സ്നേഹത്തോടെയുള്ള പരിചരണം അല്ലേ? ശരിയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നേഴ്സിംഗ് എന്നത് അതിലും ഒരുപാട് മുകളിലാണ്. വെറും പാരമ്പര്യമോ അല്ലെങ്കിൽ ഒരു സഹാനുഭൂതിയോ മാത്രം പോരാ. അതിനു പിന്നിൽ വളരെ ശക്തമായ ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ ഒരു അടിത്തറയുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇത്രയധികം പ്രധാനമാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മാറ്റം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പണ്ടത്തെ കാര്യങ്ങളും ഇന്നത്തെ കാര്യങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? പരിചരണ രീതികൾ കൂടുതലും പാരമ്പര്യത്തെയും പിന്നെ ഓരോരുത്തരുടെ അനുഭവങ്ങളെയും ഒക്കെ ആശ്രയിച്ചായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് നഴ്സിംഗിനിപ്പോൾ ശക്തമായൊരു സയന്റിഫിക് ബേസ് ഉണ്ട്. അപ്പോൾ ഈ വലിയ മാറ്റത്തിന് പിന്നിലെ പ്രധാന ശക്തി എന്താണ്? അതിനെയാണ് നമ്മൾ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അഥവാ EBP എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നഴ്സിംഗ് ഗവേഷണത്തിൻ്റെയെല്ലാം കാതൽ ഈ ഒരു ആശയമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ പണ്ടേ ഇങ്ങനെയാണ് ചെയ്തു വരുന്നത് എന്ന രീതിക്ക് പകരം ഏറ്റവും പുതിയതും മികച്ചതുമായ ശാസ്ത്രീയ തെളിവുകൾ എന്തു പറയുന്നുവോ അതനുസരിച്ച് ചികിത്സിക്കുക എന്നതാണ് EBPയുടെ അടിസ്ഥാനം. ഇത് രോഗികൾക്ക് ഏറ്റവും മികച്ച പരിചരണം ഉറപ്പാക്കാനാണ്. അപ്പോൾ ഒരു ഗവേഷണഫലം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ രോഗിയുടെ അടുത്തേക്കെത്തുന്നത്? അതൊരു യാത്ര പോലെയാണ്. ആദ്യം ഒരു പുതിയ കണ്ടെത്തലുണ്ടാകുന്നു, പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ, വിലയിരുത്തലുകൾ. അവസാനം രോഗിയെ പരിചരിക്കുമ്പോൾ അതൊരു നിർണായക തീരുമാനമായി മാറുന്നു. ഇതിൻ്റെയെല്ലാം ആത്യന്തികമായ ഫലമെന്താണെന്നോ? നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ ലഭിക്കുന്നത് കൂടുതൽ സുരക്ഷിതവും ഫലപ്രദവുമായ പരിചരണമായിരിക്കും. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. പക്ഷേ ഇവിടെ രസകരവും അതേസമയം കുറച്ചൊന്ന് ഞെട്ടിക്കുന്നതുമായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു പുതിയ ശാസ്ത്രീയ കണ്ടെത്തൽ, അതായത് ലാബിൽ നടക്കുന്ന ഒരു പരീക്ഷണം രോഗിയുടെ അടുത്തെത്താൻ ശരാശരി 17 വർഷം വരെ എടുക്കുമത്രേ. ഒന്നാലോചിച്ച് നോക്കൂ, 17 വർഷം. ഈ വലിയൊരു ഗ്യാപ്പ്, ഈ കാലതാമസം കുറയ്ക്കുക എന്നുള്ളതാണ് നഴ്സിംഗ് ഗവേഷണം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന്. ഇനി ഗവേഷണത്തിന്റെ പ്രാധാന്യം രോഗികളെ സഹായിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അതിലും വലിയൊരു പങ്കുകൂടി അതിനുണ്ട്. നഴ്സിംഗിനെ വെറുമൊരു ജോലിയായി കാണാതെ അതിനെ തനതായ അറിവുകളുള്ള ഒരു ശാസ്ത്രീയ പ്രൊഫഷനായി സ്ഥാപിക്കുന്നതിലും ഈ ഗവേഷണങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പണ്ടൊക്കെ നഴ്സിംഗ് മറ്റു പല ശാസ്ത്രശാഖകളിൽ നിന്നും അറിവുകൾ കടമെടുത്തിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. സ്വന്തമായി ഒരു വിജ്ഞാനശേഖരം കെട്ടിപ്പടുക്കുകയാണ്. ഒരു ഡോക്ടറുടെ ചികിത്സയിൽ നിന്ന് ഒരു നഴ്സിന്റെ പരിചരണത്തെ വ്യത്യസ്തമാക്കുന്നതെന്താണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ ഗവേഷണങ്ങൾ നൽകുന്നത്. നമ്മൾ എഞ്ചിനീയറിംഗിനെയും നിയമത്തെയും ഒക്കെ ഒരു പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അതിന് അതിൻ്റേതായ അറിവും തത്വങ്ങളുമുണ്ട്. അതുപോലെ ഈ ഗവേഷണങ്ങൾ നഴ്സിംഗിനും ആ പദവി ഉറപ്പിച്ചു നൽകുന്നു. അതിൻ്റേതായ വൈദഗ്ധ്യം, ഉത്തരവാദിത്വം, വിശ്വാസ്യത എന്നിവയെല്ലാം ഉറപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് എന്തിനും ഒരു കണക്ക് വേണമല്ലോ അല്ലേ? ഇവിടെ പറയുന്ന ഈ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഇന്ന് നഴ്സുമാർ അവർ എന്ത് ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു, എന്ത് ഫലമുണ്ടാക്കുന്നു, അതിന് എത്ര ചെലവാകുന്നു എന്നതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കൊടുക്കാൻ വേണ്ട തെളിവുകൾ വരുന്നത് എവിടെ നിന്നാണ്? ഈ ഗവേഷണങ്ങളിൽ നിന്നാണ്. ഈ ഉത്തരവാദിത്വബോധം ആ പ്രൊഫഷന്റെ വിശ്വാസ്യതയ്ക്ക് മാത്രമല്ല പ്രധാനം. ഇത് നമ്മുടെ എല്ലാം പണത്തെയും ബാധിക്കുന്നൊരു കാര്യമാണ്. അതെ, ആരോഗ്യരംഗത്തെ ഭീമമായ ചിലവുകളെ നിയന്ത്രിക്കാനും ഈ ഗവേഷണങ്ങൾക്ക് കഴിയും. ആശുപത്രി അധികാരികൾക്കും സർക്കാരുകൾക്കും പണം എവിടെ ചിലവഴിക്കണം എന്നതിനെക്കുറിച്ച് വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാറുണ്ട്. നഴ്സിംഗ് ഗവേഷണം അവർക്ക് കൃത്യമായ ഡേറ്റ നൽകുന്നു. ഏത് രീതിയാണ് കൂടുതൽ ഫലപ്രദം, എവിടെയാണ് പണം ലാഭിക്കാൻ കഴിയുക എന്നെല്ലാം അവർക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പ്രത്യേകതരം പരിചരണം നൽകുന്നത് രോഗികൾക്ക് ആശുപത്രിയിൽ കഴിയേണ്ട ദിവസങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഗവേഷണത്തിലൂടെ തെളിയിക്കാൻ പറ്റും. ദിവസങ്ങൾ കുറയുമ്പോൾ ചികിത്സാ ചെലവും സ്വാഭാവികമായി കുറയുമല്ലോ. ഇത് ആരോഗ്യ സംവിധാനത്തിന് മൊത്തത്തിൽ വലിയൊരു ലാഭമാണ്. അപ്പോൾ ഈ ഗവേഷണം ഇതെല്ലാം എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? നമുക്കിതിനെ 4 തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളായി തിരിക്കാം. അപ്പോൾ ഈ ഗവേഷണത്തിന് പ്രധാനമായും 4 ലക്ഷ്യങ്ങളാണുള്ളത്. നമുക്കതിലൂടെ ഒന്ന് പെട്ടെന്ന് പോകാം. ഒന്നാമത്തത് വിവരണം, അതായത് ഒരു പ്രശ്നം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയുക. രണ്ടാമത്തത് വിശദീകരണം. ഓക്കെ, പ്രശ്നം തിരിച്ചറിഞ്ഞു, ഇനി എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തണം. മൂന്നാമത്തത് പ്രവചനം, അതായത് ഭാവിയിൽ എന്ത് സംഭവിക്കാമെന്ന് മുൻകൂട്ടി കാണാൻ ശ്രമിക്കുക. ഒടുവിൽ നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷ്യം നിയന്ത്രണം, അതായത് ആ പ്രശ്നം പരിഹരിക്കാനോ അല്ലെങ്കിൽ വരാതെ തടയാനോ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സമീപനം നഴ്സുമാർക്ക് വളരെ വലിയൊരു സഹായമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട ഈ കാര്യങ്ങളെല്ലാം EBP, പ്രൊഫഷണലിസം, പിന്നെ സാമ്പത്തിക ലാഭം
എല്ലാം ചെന്നെത്തുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ്: ശാസ്ത്രീയമായ അറിവുകളെ രോഗികൾക്കു വേണ്ടിയുള്ള മികച്ച പരിചരണമാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നഴ്സിംഗ് വെറും പാരമ്പര്യത്തിൽ നിന്ന് മാറി ശാസ്ത്രീയമായി മുന്നോട്ടു പോകുന്ന ഒരു പ്രൊഫഷനായി മാറിക്കഴിഞ്ഞു. ആ വളർച്ചയുടെയും മെച്ചപ്പെടുത്തലുകളുടെയും എല്ലാം പിന്നിലെ യഥാർത്ഥ എഞ്ചിനെന്ന് പറയുന്നത് ഗവേഷണമാണ്. ഇത് നമ്മളെ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് എത്തിക്കുകയാണ്. ആരോഗ്യരംഗം ഓരോ ദിവസവും പുതിയ പുതിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നഴ്സിംഗ് ഗവേഷണം അടുത്തതായി പരിഹരിക്കാൻ പോകുന്ന വലിയ ആരോഗ്യ പ്രശ്നം എന്തായിരിക്കും? നമുക്കെല്ലാവർക്കും ചിന്തിക്കാവുന്നൊരു കാര്യമാണത്.